ഹായ് ഹലോ എല്ലാവർക്കും മനൂസ് വെജ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. ഏകദേശം 2-3 മാസം മുന്നേ പോയൊരു ട്രിപ്പാണ്. പക്ഷേ വീഡിയോ ഇടാൻ ഇപ്പോഴേ സമയം കിട്ടിയിട്ടുള്ളൂ എന്ന് മാത്രം. കൂടുതൽ വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറയാം. അതായത് ഏകദേശം 1 വർഷം മുന്നേ നമുക്ക് ഷെങ്കൻ വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂറോപ്പിൽ പോയി വരും ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടി. അന്ന് അബിക്കുട്ടന് ട്രാവൽ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വരും ചെയ്തില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അബിക്കുട്ടനും ചെറുതായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി. ഒരുവിധം എല്ലാ കുട്ടികളുടെയും ആഗ്രഹമായിട്ടുള്ള പാരീസിലെ ഡിസ്നി ലാൻഡിൽ പോകുക എന്നുള്ളത് അവൻ്റെ വലിയൊരു ആഗ്രഹമായി മാറി. അതുമാത്രമല്ല, അവൻ്റെ ചിറ്റു പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലുള്ള ക്രിസ്മസ് ക്രോണിക്കിൾസ് എന്നുള്ള മൂവി അബിക്കുട്ടൻ കണ്ടു. അതിനുശേഷം ഫിൻലാൻഡിലുള്ള സാന്റാക്ലോസ് വില്ലേജ് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം കൂടിയും വന്നു. അപ്പോൾ ഇത്രയും വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വിസ തീരാൻ ഇനിയുണ്ട് 1 മാസം. അപ്പോൾ പെട്ടെന്ന് തന്നെ അബിക്കുട്ടനും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ പെട്ടെന്ന് കിട്ടി. നമുക്ക് രണ്ടുപേർക്കും ഓൾറെഡി വാലിഡ് വിസ ഉള്ളതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഫ്രാൻസിലേക്ക്, അതായത് പാരീസിലേക്ക് പോവുകയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അബിക്കുട്ടനെ അറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നതെന്ന് അവനറിയാം. അവൻ്റെ വിചാരം നമ്മൾ ബാംഗ്ലൂർക്ക് പോവുകയാണെന്നാണ്, അവൻ്റെ ചിറ്റയുടെ അടുത്തേക്ക്. എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് കാണുമ്പോൾ അതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തണം. രാത്രി ഏകദേശം 9:45 നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് 2 കണക്ഷൻ ഫ്ലൈറ്റാണ്, കൊച്ചി ടു അബുദാബി, അതുപോലെ തന്നെ അബുദാബിയിൽ നിന്ന് നേരെ പാരീസ്. എന്തായാലും 7 മണി ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടി. അബുദാബി എന്ന് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അതിനുശേഷം അടുത്ത ബോർഡിംഗ് പാസ് കൂടി കിട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ എവിടേക്കാണ് പോകുന്നതെന്നുള്ള സത്യാവസ്ഥ അവന് മനസ്സിലായത്. പിന്നീട് അങ്ങോട്ട് കുറച്ചു നേരം അതിൻ്റെ സന്തോഷ പ്രകടനമായിരുന്നു. എന്തായാലും കറക്റ്റ് ടൈമിൽ നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് എത്തിഹാദിലേക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ എത്തിഹാദിൽ കയറാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് എയർ ഫ്രാൻസിലായിരുന്നു. ദുബായ്ക്കും മലേഷ്യയ്ക്കും ശേഷം അബിക്കുട്ടൻ്റെ 3ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. എത്തിഹാദിൻ്റെ ഒരു വെൽക്കം കിറ്റൊക്കെ കിട്ടിയിട്ടോ അബിക്കുട്ടന്. ഒരു ബുക്കും ക്രയോൺസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഫുഡ് വന്നു. ഞാൻ വെജ് ഓപ്ഷനാണ് പറഞ്ഞതെങ്കിലും എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ നോൺ വെജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ അവർ പിന്നീട് എനിക്ക് സ്പെഷ്യലായിട്ട് വെജ് പാസ്തയൊക്കെ തന്നു. എന്തായാലും നല്ലോണം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ഏകദേശം 4 മണിക്കൂറുണ്ടല്ലോ അബുദാബിക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അബുദാബി എത്തി. ഇവിടെ 3 മണിക്കൂർ നമുക്ക് ലേ ഓവർ ഉണ്ട്. അബുദാബി എയർപോർട്ടിൽ നമ്മൾ 2ാമത്തെ പ്രാവശ്യം വരുന്നത് കേട്ടോ. നമ്മളന്ന് ദുബായിൽ പോയപ്പോഴും അബുദാബിയാണ് ഇറങ്ങിയത്. നമ്മൾ അവിടെ എത്തി ഒന്ന് ഫ്രഷായി നമ്മുടെ ഗേറ്റിലെത്തിയപ്പോഴേക്കൊക്കെ 3 മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞു. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലും ബോർഡിങ് ചെയ്തു. അതുമാത്രമല്ല, എത്തിഹാദിൻ്റെ എയർബസ് 380യിലാണ് നമ്മൾ കയറിയത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫ്ലൈറ്റുകളുടെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നൊരു ഫ്ലൈറ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് 380യിൽ കയറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഫ്ലൈറ്റ് മൊത്തം നോക്കി ഇത്രയും വലിയ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അബിക്കുട്ടനെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അബിക്കുട്ടന് മാത്രമല്ല നമുക്ക് പോലും ഒരു അത്ഭുതം തന്നെയാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. എന്തായാലും പിന്നെ ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പോൾ സമയം പോവാത്തൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഗെയിംസും അതുപോലെ തന്നെ കാർട്ടൂൺസൊക്കെ ആയിട്ട് അവൻ സമയം കളഞ്ഞു. ഇവിടെയും അവന് പുതിയൊരു വെൽക്കം കിറ്റ് കിട്ടി. ഇതിലൊരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അബിക്കുട്ടൻ്റെ ഡ്രീം ട്രിപ്പിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇത് ശരിക്കും അബിക്കുട്ടന് വേണ്ടിയിട്ടുള്ള ട്രിപ്പാണെന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഷോർട്ട് ട്രിപ്പാണെന്ന് മാത്രമല്ല, അബിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഒരുവിധം എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാമെന്നുള്ളതിനേക്കാളും ഉള്ള സ്ഥലങ്ങൾ സമാധാനപരമായിട്ട് കാണുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ യൂറോപ്പ് വീഡിയോ പോലെ ഒരു 17 എപ്പിസോഡുള്ളൊരു സീരീസ് എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള 1, 2, 3 വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉറക്കമാണെങ്കിൽ പോലും പിസ്സ വന്നാൽ അത് കഴിച്ചിട്ടേ ബാക്കി ഉറക്കമുള്ളൂ. അബുദാബിയിൽ നിന്ന് ഏകദേശം 7 മണിക്കൂർ എന്തോ ട്രാവലുണ്ട്. നമ്മൾ നന്നായിട്ട് ഉറങ്ങി എണീച്ച് ഊണൊക്കെ കളിച്ച് ഇരിക്കുകയാണ് എത്താറായോ എന്ന് ആലോചിച്ചിട്ട്.
മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ രീതിയിലും. അങ്ങനെ നമ്മൾ രാവിലെ ഏകദേശം 8 മണിയോടുകൂടി പാരീസിൽ ലാൻഡ് ചെയ്തു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു 1.5 ഫ്ലൈറ്റ് തന്നെയാണ് 380. അതിൻ്റെ ആ ഒരു വലുപ്പം നമ്മളെ ശരിക്കും നോക്കി നിർത്തും. ഇപ്രാവശ്യവും നമ്മൾ Airbnb വഴിയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഊബർ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഊബറും ഉണ്ട്, അതുപോലെ തന്നെ ബോൾട്ടും ഉണ്ട്. നമ്മൾ ബോൾട്ടാണ് എടുത്തപ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ് കിട്ടിയത്. എന്തായാലും അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ ഇപ്രാവശ്യം റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ലൊരു ചെറിയ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. എന്തായാലും നമ്മൾ അവിടെ എത്തി ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ കയ്യിൽ കുറച്ച് റെഡി ടു ഈറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഒരമണിക്കൂർ ഒരു പവർ നാപ്പ് കൂടി എടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങുന്നത് ഏകദേശം ഒരു 2-2:30 ഉച്ചയ്ക്ക്. അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ നടക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഐഫിൽ ടവറിലേക്ക് പോകുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഗാനിന്ന് അടുത്ത് RER ഉണ്ട്, അതായത് ഒരു ട്രെയിൻ തന്നെയാണ്. ഇവിടുത്തെ പബ്ലിക് കമ്മ്യൂട്ടൽ റെയിലാണത്. അങ്ങനെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഐഫിൽ ടവറിൻ്റെ അടുത്തെന്ന് പറയാൻ പറ്റില്ല, കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സൈഡിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ നേരെ അവിടെയുള്ളൊരു ഷോപ്പിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതുക്കെ നടന്നു. അങ്ങനെ നടന്ന് ഐഫിൽ ടവറിൻ്റെ ചുവട്ടിലെത്തി ക്ഷീണിച്ചിരിക്കുന്ന അബിക്കുട്ടനെയാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ച് നേരം നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടൈം ആയിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ ഒളിമ്പിക്സ് ഇവിടെയാണല്ലോ നടന്നത്, അപ്പോൾ അതും ഇവിടെ തന്നെയുണ്ട്. ഇപ്പോഴും അവിടെ നിന്ന് ഓരോരുത്തരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ 2ാമത്തെ പ്രാവശ്യം വരുന്ന വെച്ചാലും ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ, ആ സന്തോഷവും. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നിയത്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഈ സീൻ നദിയിലൂടെയുള്ള ക്രൂസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ നമ്മൾ പോയി ടിക്കറ്റ് എടുത്തു. ഏകദേശം 1 മണിക്കൂറായിരുന്നു ഈ ട്രിപ്പ്. നമ്മൾ ഏകദേശം അവസാനമായിട്ടാണ് കയറിയത്, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കാഴ്ചകൾ കണ്ട് നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാരീസിൽ സീൻ നദിക്ക് കുറുകെയായിട്ട് ഇഷ്ടം പോലെ ബ്രിഡ്ജുണ്ട്. അങ്ങനെ ഓരോ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ പോകുമ്പോഴും ഓരോ ഫീലായിരുന്നു. സത്യം പറഞ്ഞാൽ പാരീസ് ടൗണിലുള്ള ഒരുവിധം എല്ലാം നമുക്ക് ഈ ഒരു ട്രിപ്പിലൂടെ കാണാൻ പറ്റും. അതും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്. അതുമാത്രമല്ല, നമുക്ക് ഓരോന്നും എന്താണെന്ന് മനസ്സിലാവാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഓഡിയോ ഗൈഡും ഇവിടെ ഉണ്ട്. എപ്പോഴും ബോട്ടിലോ ഷിപ്പിലോ എന്തായാലും വെള്ളത്തിലൂടെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഇതുപോലെ വേറെ വല്ലതും വരികയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈവീശി കാണിക്കും. പക്ഷെ നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ് വരുമ്പോൾ ആരും കൈവീശി കാണിക്കുന്നത് കണ്ടിട്ടില്ല. എന്താണ് അതിൻ്റെ ഒരു തിയറി എന്ന് മനസ്സിലാവുന്നില്ല. ഏകദേശം സൺസെറ്റ് ഇങ്ങനെ ആവാറായി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രിപ്പിന് ഇത്തിരി ഭംഗി കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും നല്ല സമയത്ത് തന്നെയാണ് ട്രിപ്പ് സെലക്ട് ചെയ്തത്. കാരണം നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും ടവറിൽ ലൈറ്റ്സ് തെളിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബ്രിഡ്ജ് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ മനസ്സിലാവും. ഓരോന്നും മറ്റതിൽ നിന്ന് വ്യത്യസ്തമാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. പാരീസിലെ തെരുവുകളെല്ലാം ലൈറ്റ്സ് ഓണായി തുടങ്ങി.
ലൈറ്റ്സ് ഇട്ട് കാണുന്ന പാരീസിന് മറ്റൊരു വശ്യമായിട്ടുള്ള ഭംഗി തന്നെയായിരുന്നു. അപ്പോഴേക്കും ക്രൂസിൻ്റെ മുകളിൽ നല്ല കാറ്റും തണുപ്പും കൂടിയതുകൊണ്ട് നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ നമ്മൾ സീൻ നദിയിലൂടെ കറങ്ങി വീണ്ടും ഐഫിൽ ടവറിൻ്റെ ചോട്ടിലേക്ക് എത്തിത്തുടങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് ഐഫിൽ ടവറിൻ്റെ അടുത്തെത്തി. ഇനി ആ ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുന്നത് അബിക്കുട്ടനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് കൂടുതലും. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ നമ്മുടെ റൂമിലേക്ക് മടങ്ങി.